ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. തികച്ചും അപ്രതീക്ഷിതമായ ഒരു തോൽവിയാണ് കരുത്തരായ ബ്രസീലിന് ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ജപ്പാൻ അവരെ അട്ടിമറിക്കുകയായിരുന്നു. 2 ഗോളുകൾക്ക് മുന്നിൽ നിന്ന ബ്രസീൽ പിന്നീട് മത്സരം അവസാനിച്ചപ്പോൾ 2-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. സാമുറായി പോരാട്ട വീരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ജപ്പാൻ ഈയൊരു കിടിലൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു കാർലോ ആഞ്ചലോട്ടി ഈ മത്സരത്തിന് 11 ഇറക്കിയത്. പ്രതിരോധ നിരയിൽ ലുക്കാസ് ബെറാൾഡോ, അതുപോലെ തന്നെ ഫാബ്രിസിയോ ബ്രൂണോ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സൗസ ഉണ്ടായിരുന്നു. മുന്നേറ്റ നിരയിലും ഒരുപാട് മാറ്റങ്ങൾ നടത്തിയിരുന്നു. ആദ്യ പകുതിയിൽ ബ്രസീൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഫലമായിക്കൊണ്ട് 2 മനോഹരമായ ഗോളുകൾ അവർ നേടി. 26-ാമത്തെ മിനിറ്റിൽ പൗലോ ഹെൻറിക്ക് ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു. ബ്രൂണോ ഗുയിമറസിന്റെ ആ പാസ് എടുത്തു പറയേണ്ടതാണ്. പിന്നീട് 32-ാമത്തെ മിനിറ്റിൽ മാർട്ടിനെല്ലി ബ്രസീലിന്റെ ലീഡ് വർദ്ധിപ്പിച്ചു. അവിടെയും ലുക്കാസ് പക്കേറ്റയുടെ ഒരു മനോഹരമായ പാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീൽ വിജയം ഉറപ്പിച്ച ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാം പകുതിയിൽ കളി മാറി. ജപ്പാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി. അതിന്റെ ഫലമായിക്കൊണ്ട് 52-ാമത്തെ മിനിറ്റിൽ മിനാമിനോ ജപ്പാന് വേണ്ടി ഒരു ഗോൾ തിരിച്ചടിച്ചു. പ്രതിരോധ നിര താരമായ ഫാബ്രിസിയോ ബ്രൂണോയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഗോൾ പിറന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് തൊട്ടതെല്ലാം പിഴച്ച ഒരു മത്സരമായിരുന്നു ഇത്. പിന്നീട് 62-ാമത്തെ മിനിറ്റിൽ നഗാമുറയുടെ ഒരു ഗോൾ പിറന്നു. അവിടെ ആ ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫാബ്രിസിയോ ബ്രൂണോ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് സ്വന്തം വലയിൽ പതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നഗാമുറയാണ് ആ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് 71-ാമത്തെ മിനിറ്റിലാണ് അയാസെ യുവേദയുടെ ആ ഒരു ഹെഡർ ഗോൾ പിറക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രസീലിന്റെ ഗോൾ കീപ്പറായ സൗസക്ക് അത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത് തെന്നി മാറി എന്നുള്ളതാണ്. അങ്ങനെ 3 ഗോളുകളാണ് രണ്ടാം പകുതിയിൽ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഗോൾ കീപ്പറുടെയും അതുപോലെ തന്നെ പ്രതിരോധ നിരയുടെയും പിഴവിൽ നിന്നാണ് ഈ ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. പിന്നീട് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. മത്സരത്തിന്റെ അവസാനത്തിലൊക്കെ സമനില ഗോളിന് വേണ്ടി ബ്രസീൽ അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ഫലം കാണാതെ പോവുകയായിരുന്നു. നല്ല ഒരു പ്രതിരോധ മികവ് തന്നെയാണ് അവിടെ ജപ്പാൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു ത്രില്ലർ വിജയമാണ് ഈ മത്സരത്തിൽ ജപ്പാൻ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 2 ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷം 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ സ്വന്തമാക്കിയ ഈ ഒരു വിജയം അത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയം തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.